വിശദമായ വാർത്തകളിലേക്ക്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ തിളങ്ങി തൃത്താല പരുതൂർ സ്വദേശി ബീന ആർ ചന്ദ്രൻ. തടവെന്ന സിനിമയിൽ ഗീത എന്ന അംഗനവാടി ടീച്ചറിലൂടെ ബീനയെ തേടിയെത്തിയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നും അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ബീന പറഞ്ഞു. അവാർഡിന്റെ തിളക്കം ഇതിനോടകം നാടാകെ ആഘോഷിച്ചു കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. ഞാൻ സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. വാക്കുകളില്ല സന്തോഷം എക്സ്പ്രസ് ചെയ്യാനായിട്ട്. IFFK കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ ആളുകൾ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലായത്. അഭിനയത്തെക്കുറിച്ച് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകൾ, അവാർഡൊക്കെ കിട്ടും എന്നൊക്കെ. പക്ഷേ എനിക്ക് പേടിയായിരുന്നു, അങ്ങനെ പ്രതീക്ഷിക്കാൻ തന്നെ പേടിയായിരുന്നു. എന്തായാലും ഇങ്ങനൊരു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഉർവശി ചേച്ചിയുടെയൊക്കെ കൂടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനെയൊന്നും ഒരുപാട് സന്തോഷം. ഗീത എന്ന അംഗനവാടി ടീച്ചറായ സംഘർഷം നിറഞ്ഞ ജീവിതം പറഞ്ഞ തടവ് സിനിമയിലൂടെ ബീന ആർ ചന്ദ്രനെ തേടിയെത്തിയത് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരമാണ്. അഭിനയം തന്റെ ജീവവായുവാണെന്നും അതില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും പറയുന്ന സാധാരണക്കാരിയായ സ്കൂൾ അധ്യാപികയും തിയേറ്റർ ആർട്ടിസ്റ്റുമാണ് ബീന. ഞാനൊരു സിനിമയ്ക്ക് IFFKയില് നവാഗത സംവിധായകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡും കിട്ടി, 2 അവാർഡ്. പിന്നെ കുറെ ഫെസ്റ്റിവലുകളിൽ ജിയോമാമി, അതുപോലെ ചൈനയിലെ ഫെസ്റ്റിവല്, ഡൽഹി, പൂനെ, ഇപ്പൊ മെൽബണില്, ഇന്നാണ് മെൽബണിലെ ഫെസ്റ്റിവലിന്റെ അതിൽ ബെസ്റ്റ് ആക്ടർ നോമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല സിനിമയ്ക്കുള്ള തടവിനും നോമിനേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരെ അറിയിച്ചിട്ടില്ല, അത് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തിനാ അമ്മ അച്ഛനും കൂടിയിട്ട് എന്റെ സ്കൂളിൽ നിന്ന് തല്ലൂടി? നീന്താ പഠിപ്പിക്കണില്ലേ? പിന്നെ പഠിപ്പിക്കാം. എന്താ വിഷയം എന്താ അറിയാം? ഗീതയുടെ പേര് പറഞ്ഞാൽ ഒരാളും പൈസ ഇല്ല. പരുതൂർ CEUP സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ് ബീന. നാടകവേദികളിൽ സജീവമായ ബീനയുടെ ആദ്യ സിനിമ കൂടിയാണ് തടവ്. ടീച്ചർ അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നെന്നാണ് സ്കൂളിലെ ഓരോരുത്തരും ബീന എന്ന നടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വാ തോരാതെ പറഞ്ഞത്. ശരിക്കും ജീവിക്കായിരുന്നു ആ കഥാപാത്രമായിട്ട്. ഞങ്ങൾ പലപ്പോഴും, ഞാനും അനുപ ടീച്ചറൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ എന്ത് തമാശകൾ പറയുമ്പോഴും ടീച്ചർ അത് ഉൾക്കൊള്ളില്ല. ടീച്ചർ എന്താണ് ആ ക്യാരക്ടർ, അതിനോട് അത് മാത്രമായിട്ടാണ് ഉണ്ടാവുക. പിന്നെ അഭിനയൊക്കെ കഴിഞ്ഞ ശേഷം ചോദിക്കും, ഞാനത് ചെയ്ത് ശരിയായോ, അങ്ങനെ ഒരു നന്നായി അഭിനയിച്ചിട്ടുണ്ടായിരിക്കാം, എങ്കിലും ടീച്ചർക്ക് സംശയം തോന്നി, ഞാൻ ആ ഭാഗത്ത് അങ്ങനെ പറഞ്ഞ് കുറച്ച് കുഴപ്പമായോ, സംശയം, അങ്ങനെയൊക്കെയാണ് ടീച്ചറുടെ രീതി. എന്തായാലും ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പൊ. കാരണം ബീന ടീച്ചർക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു 10 അവാർഡ് കിട്ടിയതിൽ സമമാണെന്ന് പറയാം. കാരണം ഞങ്ങൾ അത്രയും സുഹൃത്തുക്കളാണ്. ഞങ്ങളെ കുറെ കാലങ്ങളായി നമ്മുടെ വിദ്യാലയത്തിൽ. ഞാൻ 98ലാണ് ജോയിൻ ചെയ്തത്, ടീച്ചർ 97. അന്ന് മുതൽ കുട്ടികളുമായി ഒരുപാട് നാടക പ്രവർത്തനങ്ങളും കുട്ടികൾക്ക് വേണ്ടിയുള്ള നാടക പ്രവർത്തനങ്ങളും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചറുടെ അഭിനയം കിടുവാണെന്നാണ് കുട്ടികളും പറയുന്നത്. 2 തവണ വിവാഹമോചിതയായ ഗീതയുടെ ജീവിതത്തിലൂടെയാണ് തടവ് സിനിമയുടെ സഞ്ചാരം. പ്രധാന കഥാപാത്രമായ ഗീതയെ അവതരിപ്പിച്ച ബീന ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഗീതയുടെ ജീവിതത്തോടുള്ള തിരസ്കാര മനോഭാവവും പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ഒട്ടും ഏറാതെയും കുറയാതെയും അവർ സ്ക്രീനിലെത്തിച്ചത്. പിന്നെ പഠിപ്പിക്കാം. ബീന ആർ ചന്ദ്രൻ എന്ന മലയാളികൾക്ക് അധികം പരിചയമില്ലാതിരുന്ന, മലയാള സിനിമ ഉപയോഗിക്കാതിരുന്ന അഭിനേത്രിയെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുക കൂടിയാണ് ഇത്തവണത്തെ പുരസ്കാരം. NCV ന്യൂസ്, തൃത്താല. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.